ഉച്ചയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കൈനീട്ടം വേണ്ടവരൊക്കെ കമൻറ്റ് ഇട്ടോളാൻ. അപ്പോൾ കമൻസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ ഞാൻ അതിൽ എന്നാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഈ വീഡിയോയിൽ പറയുകയാണ്. നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് മെയ് 6-ാം തീയതി, അന്നെൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നമ്മൾ മെയ് 6-ാം തീയതി ആയിരിക്കും 10 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ആരാണെന്ന് എനിക്കും അറിയത്തില്ല, കാത്തിരിക്കുക. അപ്പം ഇത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്ക പറഞ്ഞ് വൈകുന്നേരം ഇക്ക ആറ്റിലോട്ട് പോവുകയാണ്, വരണമെന്ന് ചോദിച്ച്. അപ്പോൾ റംസാൻ 2-3 ദിവസം മുന്നേ ഇക്ക പോയപ്പോഴേ ബഹളത്തിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാനിങ്ങനെയൊന്നും പോയിട്ടില്ല, എനിക്കിങ്ങനെ ആറ്റിലൊക്കെ പോകണമെന്ന് പണ്ടേ ആഗ്രഹമാണ്, പക്ഷേ എനിക്കിങ്ങനെയൊന്നും ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല, കൊണ്ടുപോകാൻ അങ്ങനെ ആവുന്നില്ല. അപ്പോൾ ഇക്ക പോകണു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചൂടല്ലേ, പിള്ളേരെയൊക്കെ പോയി കുറച്ച് നേരമൊക്കെ ഒന്ന് ഇതാവട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ വിചാരിച്ച് ആരും കാണത്തില്ല എന്ന്. ഞാൻ കുറച്ച് തുണിയൊക്കെ എടുത്തുകൊണ്ട് കഴുകാൻ കണക്കിനാണ് പോയത്, പിള്ളേരുടെ കുറച്ച് തുണി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു ലോഡ് ആളുകൾ. അപ്പോൾ പിന്നെ നമ്മൾ അവരൊക്കെ കയറി പോയിട്ട് കഴുകി കുളിക്കാന്നുള്ളത്, എനിക്ക് കുളിക്കാൻ പ്ലാനില്ല, കഴുകാന്നുള്ള പ്ലാനിൽ അങ്ങനെ നിന്ന്. പിന്നെ അവരൊക്കെ പോയ ശേഷം റംസാൻ പതിയെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ്. അവൻ പേടിത്തൊണ്ടനാണെങ്കിൽ ഇറങ്ങും കയറും, അങ്ങനെയായിരുന്നു. പക്ഷേ റിദാൻ അങ്ങനെയല്ല, അവന് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇക്ക 2 പേരെയും കൂടെ കൊണ്ട് അങ്ങോട്ടൊക്കെ കൊണ്ടുപോയൊക്കെ കളിപ്പിച്ചു. പക്ഷേ ഞാനിതൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കെട്ടി ചോദിച്ചു, നീ തുണി കഴുകാനല്ലേ വന്നത്, തുണി കഴുകുന്നില്ലേ? ഞാൻ കരുതി നല്ല മനസ്സിനുടമയായതുകൊണ്ട് ചിലപ്പോൾ കഴുകി തരുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്നെ പറഞ്ഞു, പൊന്നു മോളെ ഞാൻ കഴുകി തരുമല്ലോ, നീ വേണമെങ്കിൽ കഴുകുമോ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചേ ഉള്ളൂ, പിള്ളേരത് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു 2 ഷാളും. പിന്നെ ഈ കവറൊന്ന് കഴുകിയൊക്കെയാണെന്ന് വിചാരിച്ചു. ഇതിൽ മൊത്തം അച്ചാറിൻ്റെ എണ്ണയാണേ. അപ്പോൾ ആദ്യം ആ കവർ അങ്ങോട്ട് നല്ല വൃത്തിക്ക് സോപ്പിട്ട് കഴുകി ഒരു സൈഡിൽ അങ്ങോട്ട് വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പറ തുണി കഴുകി. ഇത് പിന്നെ പെട്ടെന്ന് കഴുകി തീരും, കാരണം വെള്ളത്തിൽ മുക്കുക, സോപ്പിടുക, വീണ്ടും മുക്കുക, കഴുകുക, അങ്ങനെ ഇതാകുമ്പോഴത്തേക്ക് അങ്ങോട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ ഈ തുണി കഴുകിക്കൊണ്ടിരുന്ന സമയത്തേക്ക് എൻ്റെ കാലിൽ വന്ന് മീനുകളെല്ലാം കൂടെ അത് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്തോ തെറാപ്പി ചെയ്യണമല്ലോ. ഇതൊക്കെ വലിയ ഇത് പാർലറിലൊക്കെ പൈസ കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ വെറുതെ നിന്നാൽ മതി, അവർ നിന്ന് നമ്മളെ കാലങ്ങ് നന്നായിട്ട് വൃത്തിയാക്കി തരും. അപ്പം ഞാൻ പറഞ്ഞു, ഉമ്മച്ചിയുടെ കാലിലെല്ലാം മീൻ കൊത്തുന്ന റംസാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് റംസാൻ പറഞ്ഞു, എവിടെ ഉമ്മച്ചി, എനിക്കും വേണം മീനെന്ന്. പിന്നെ അവൻ മീൻ പിടിച്ചിട്ടേ ഇടങ്ങുള്ളൂ. എന്നാൽ അവൻ്റെ ബഹളം സഹിക്കാൻ വയ്യാണ്ട് ഇക്ക വേറെ 2 പിള്ളേരെ അവിടെ നിന്ന് ആ പിള്ളേരെയും കൂടെ വിളിച്ച് ഷോളൊക്കെ എടുത്ത് 3 മീൻ പിടിച്ചൊരു ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വീടെത്തും മുമ്പേ ചത്തിട്ടുണ്ടായിരുന്നു 2 പിന്നെ ഒരെണ്ണം വെച്ച് ഇവിടെ താലോലിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താവുമെന്ന് പോലും അറിയത്തില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞ് കളിച്ച് കുളിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. പോണ വഴി എല്ലാവർക്കും ഒന്ന് ചായ കുടിച്ചാലൊരു മോഹം. അങ്ങനെ നമ്മൾ തമിഴ് ചേട്ടന്മാരെ കടയിൽ പോയി ചായയും വടയും കഴിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇങ്ങനെ ആറ്റിലൊക്കെ പോയിട്ടുള്ള ഒരു കമൻറ്റ്